അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. എല്ലാവർക്കും ഒരു നമസ്കാരം. ഓക്കെ. അപ്പൊ ആരാണ് ആദ്യമായിട്ട് പറയുന്നത് മുന്നോട്ട് വരുന്നത്? ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. 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 കൊല്ലത്താണ് എന്റെ വീട്. ഓക്കെ. ഞാൻ 14 വർഷമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഒരുപാട് പേര്, ഒരുപാട് ക്ലയൻസ് ഒക്കെ എന്റെ മുമ്പിൽ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് ഒരുപാട് പേര്. അപ്പം ഈ റേക്കി എന്ന് പറയുന്ന ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൂടെ ഒത്തിരി ഉപകാരപ്പെടും. കാര്യം അവർക്ക് ഒന്ന് ഹീൽ ചെയ്യാനും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കാനും ജ്യോതിഷത്തിന്റെ കൂടെ ഇതുകൂടി കൈകാര്യം ചെയ്താൽ എനിക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് റേക്കി പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഞാനിത് മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ റേക്കിയെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്തു. അപ്പൊ എനിക്കിത് പഠിക്കണമെന്ന് വളരെ താല്പര്യം തോന്നി. ഈ ജ്യോതിഷവും കൂടെ ഉള്ളത് കൊണ്ട് വളരെ താല്പര്യം തോന്നി. പിന്നെ എനിക്കും അത് ഉപകാരപ്പെടും ഒരുപാട്. ഇത് പഠിക്കുന്നതിലൂടെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ സാറിനെ പോലെ ഒരു ഗുരുനാഥനെ കിട്ടി. വളരെ ദൈവം എന്റെ മുന്നിലേക്ക് കൊണ്ട് തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് നിങ്ങളുടെ ഈ റേക്കിയുടെ യാത്ര പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് 100% ഫലം ചെയ്തിരിക്കും. ഓക്കെ. റേക്കി ഇത് എന്നോടൊപ്പം ജീവിതത്തിൽ മരിക്കുന്നത് വരെ കൂട്ടണമെന്നാണ് എന്റെ ആഗ്രഹവും. ജ്യോതിഷവും റേക്കിയും ഇതാണ് എന്റെ പാഷൻ. തീർച്ചയായിട്ടും നടന്നിരിക്കും, ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. പിന്നെ നെക്സ്റ്റ് ആരാണ് ഇൻട്രൊഡക്ഷനിൽ വരിക? സാർ നമസ്കാരം. നമസ്കാരം. ആരാണ്? വേണുഗോപാൽ. വേണു. വേണു, തൃശ്ശൂർ. നമസ്കാരം, പറഞ്ഞോളൂ. റേക്കി കുറെയൊക്കെ നമ്മള് വായിച്ചു കേട്ടിട്ടുണ്ട്, കുറെ ഫ്രണ്ട്സുള്ള ഇതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് പൂർണ്ണത്തിൽ എത്താൻ ഈ സമയം ആവേണ്ടി വന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും റേക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ സാക്ഷാൽ ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് വേറെ നമുക്ക് കിട്ടുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്. അത് നമ്മുടെ ശാരീരികമായ അതുപോലെ മാനസികത്തിലും ഭൗതിക തലത്തിലും ഒക്കെ നമുക്ക് അതിന്റെ രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഗുരുവായി എടുത്തത് എനിക്ക് വളരെ സന്തോഷം. മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങോട്ടും അതുപോലെ തന്നെ നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ആരാണുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് കുമാരദാസ് എന്നാണ്. കുമാരദാസ്, നമസ്കാരം, പറഞ്ഞോളൂ. നാട്ടില് തിരുവനന്തപുരമാണ്. ഇപ്പോ ദുബൈയിലുണ്ട്. കുറച്ച് ജോലിപരമായ കാര്യങ്ങളും അതിപ്പോ നല്ല രീതിയിൽ ശ്രമിച്ചു കിട്ടി, അങ്ങനെ പോവുകയാണ്. റേക്കിയെ കുറിച്ച് ഒരുപാട് വർഷമായിട്ട് ഇതിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷെ ഒരിക്കലും അതിലോട്ട് കിടക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ ഗുരു ആയി കണ്ട് ഇത് കൂടുതൽ അറിഞ്ഞും മുന്നോട്ടുള്ള യാത്രയിൽ ഇത് അനുഗ്രഹിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം റേക്കിയിൽ കൂടെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? താങ്ക് യു. അടുത്തത് ആരാണ്? ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു വന്നേക്കാം. പെട്ടെന്ന് വന്നോളൂ. നമസ്തേ സർ, എന്റെ പേര് ശ്യാമ. ഓക്കെ, നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടില് ട്രിവാൻഡ്രത്താണ്. എന്നെ സംബന്ധിച്ച് റേക്കിയെ പറ്റി എനിക്ക് ഒരു അറിവും ഇല്ല. ഞാൻ പയ്യെ മനസ്സിലാക്കി വരുന്നേ. പക്ഷെ ഇതുപോലുള്ള സ്പിരിച്വൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ നല്ല താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് റേക്കിയെ പറ്റി അന്വേഷിച്ചപ്പോ എന്തുകൊണ്ടും എനിക്കിത് ചെയ്താൽ കുറെ കൂടി മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് തോന്നി. സോ അങ്ങനെ എന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന് എത്തിച്ചേർന്നത്. അപ്പോ റേക്കി എന്താണെന്നുള്ളത് ഇനി കൂടുതൽ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ തുടർച്ചയുള്ള ക്ലാസ്സുകളിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. ശരി, എന്നാൽ അപ്പോഴേക്ക് സൂം മീറ്റിംഗിന് രണ്ടാമതൊരു സൂം മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പറയാം. എന്നാൽ ഓക്കെ, നാളത്തെ ദീക്ഷ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയ വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ആ രീതിയിൽ പാലിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സർ നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? സർ എന്റെ പേര് സയ്യിദ് ഹസൻ ബസരി തങ്ങൾ. ഓക്കെ, നമസ്കാരം, ഒരുപാട് സന്തോഷം. ഓക്കെ, ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് കിഴക്കോട്ട് 15 കിലോമീറ്റർ മാറിയിട്ട് വൈക്കൽ എന്ന സ്ഥലമാണ് എന്റെ പ്രോപ്പർ ഏരിയ. ഓക്കെ, ഓക്കെ. ഞാൻ അറബിക് അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നു 17 വർഷമായി.
ഓക്കെ എന്റെ 17-ാമത്തെ വയസ്സിൽ ഇപ്പൊ 37 വയസ്സുണ്ട്. എന്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ 9-ാമത്തെ വയസ്സ് മുതൽ ഫീൽഡിലുണ്ട്. സെൽഫ് ശരി സ്റ്റാൻഡിൽ 17-ാമത്തെ വയസ്സ് മുതലാണ്. ഓക്കെ ഞാൻ അറബിക് അസ്ട്രോളജിയോടൊപ്പം തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എനിക്ക് ഇങ്ങനെ ഈ അറിവുകൾ നേടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റീവ് തെറാപ്പിയിൽ പെടുന്ന ട്രയോജൻ, സുജോക്ക്, അക്യൂപഞ്ചർ, അക്യൂപ്രഷർ, സംസാരിക്കണം എനിക്ക്. തെറാപ്പി, അപ്പൊ അൺമ്യൂട്ട് ചെയ്യുന്നവർ പറയും. അൺമ്യൂട്ട് ചെയ്യണോ? കിനോതെറാപ്പി, സിസിസ്കി, എയ്റ്റ്കി, ടെൻകി, ആയുർവേദ തെറാപ്പി, സീഡ് തെറാപ്പി, ലീഫ് തെറാപ്പി, കലതെറാപ്പി, അക്യൂപഞ്ചർ തന്നെ ഇന്ത്യൻ അക്യൂപഞ്ചർ, ട്രഡീഷണൽ ചൈനീസ് അക്യൂപഞ്ചർ, മാസ്റ്റർ തുങ്കീസ് അക്യൂപഞ്ചർ, കൊറിയൻ അക്യൂപഞ്ചർ, ജാപ്പനീസ് അക്യൂപഞ്ചർ, ഇങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ റേക്കിയെ കുറിച്ച്, പ്രാണിക് ഹീലിയെ കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഞാൻ പൊതുവെ എല്ലാ മേഖലകളും എല്ലാവരുമായിട്ട് സംവദിക്കലും എല്ലാം ഉള്ള കൂട്ടത്തിലാണ്. ഓക്കെ 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 താങ്ക് അപ്പൊ യു സോ അങ്ങനെ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, നിങ്ങളത് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. എന്തായാലും ഈ റെക്കിയുടെ ഈ സബ്ജക്റ്റ് കൂടി വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സാറേ, എന്റെ പേര് ശ്രുതി, ഞാൻ തിരുവല്ലയാണ്. ഓക്കെ, ഗുഡ് ഗുഡ്. ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തത് ആരാണ്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, എന്റെ പേര് നിതിൻ എന്നാണ്. നിതിൻ, പറഞ്ഞോളൂ. നമസ്കാരം. കൊട്ടാരക്കരയാണ് എന്റെ സ്ഥലം. ശരി, ഓക്കെ. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു സ്ട്രോക്ക് വന്നായിരുന്നു. ആഹാ, അത് ശരി. എന്റെ ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ, മനോജ് സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശരി, അദ്ദേഹമാണ് ഈ റേക്കിയെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ഓക്കെ. ഈ മനോജ് സാർ ഏതിന്റെ ഡോക്ടറാണ്? ഫിസിയോതെറാപ്പി. ഓക്കെ, ഫിസിയോതെറാപ്പി. ഓക്കെ, ശരി. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതായാലും നിങ്ങൾ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള ആ കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? നമസ്കാരം സാറേ. നമസ്കാരം, എന്താണ് പേര്? നമസ്കാരം. എന്റെ പേര് പോൾ. നമസ്കാരം, പറഞ്ഞോളൂ. പത്തനംതിട്ടയിലെ കോന്നി എന്ന സ്ഥലത്താണ്. ഓക്കെ, ഗുഡ് ഗുഡ്, പറഞ്ഞോളൂ. ഓക്കെ. എനിക്ക് റേക്കിയെ കുറിച്ച് അധികം അറിയില്ല. റേക്കിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. എന്താണെന്നുള്ള കാര്യങ്ങൾ ശരിക്കും അറിയുന്നില്ല. ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇത്രയും ക്ലാസ് നോട്ട്സുകളൊക്കെ കിട്ടിയത് എങ്ങനെ? കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എളുപ്പമായിട്ട് അത്രയും ശരിയായിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇപ്പൊ ചോദ്യങ്ങൾക്കുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ, അതിനാണ് നേരിട്ട് ഇങ്ങനെ വരാനുള്ള ഒരു അവസരം. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ചോദിച്ചിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സൂം മീറ്റിംഗ് ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് 12th ഡേ, 12ാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കിക്കോളും. ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ എന്താണ് സ്റ്റഡി മെറ്റീരിയലൈസ് ബന്ധപ്പെട്ടത് അത് ക്ലിയർ ചെയ്യാനായിട്ടല്ല എഴുതിയിട്ട് വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? നമസ്കാരം, ആരാണ്? നമസ്കാരം സാർ, എന്റെ പേര് സൂര്യ. നമസ്കാരം, പറഞ്ഞോളൂ സൂര്യ. ഞാൻ പെരുമ്പാവൂരിന്നാണ്. ഓക്കെ. ഞാൻ ഹൗസ് വൈഫാണ്. ഒരു മോളുണ്ട്. അത്യാവശ്യം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ കാലങ്ങളായി റേക്കി ഇങ്ങനെ പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഫീ ഒക്കെ നോക്കുമ്പോ ഭയങ്കര ഫീ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. സാറിന്റെ ഒരു അനുഗ്രഹത്താൽ ഇപ്പൊ അത് ചെയ്യാൻ പറ്റും. അതെ, കറക്റ്റ്. ഫീസുമായി ബന്ധപ്പെട്ട ഒരാൾ ആദ്യമാണ് പറയുന്നത്. എന്തായാലും ശരി, വളരെ സന്തോഷം. നന്ദിയുണ്ട് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതെ, ഞാൻ ഇത്രയും ചെറിയൊരു ഫീസ് ചെയ്യാൻ പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. ചെയ്യുന്ന മറ്റേ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്, എന്താ പറയുന്നത്, സാമ്പത്തിക പ്രശ്നം കാരണം പഠിക്കാൻ പറ്റാതെ പോകുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. ഓരോ സാധാരണക്കാരന് പോലും റേക്കി നല്ല രീതിയിൽ, ട്രഡീഷണൽ റേക്കി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ പഠിക്കുന്നത് ട്രഡീഷണൽ റേക്കിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് ഓരോ സാധാരണക്കാരനും ചില സമയത്ത് ഒരു 500 രൂപ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചില സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും പഠിക്കാനായിട്ടെന്നുള്ള സാധിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ചെറിയൊരു ഫീസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് ആരാണ് പറയാനുള്ളത്? എന്തൊക്കെയാണ്?
ഇൻട്രൊഡക്ഷനിലേക്ക് വന്നോളൂ. സാർ എൻ്റെ പേര് വിജിത്ത്. ഓക്കെ വിജിത്ത്, പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം സാർ. പാലക്കാടാണ് സ്ഥലം. ഓക്കെ ഓക്കെ. വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കാലിക്കറ്റ് ആണ്. പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ചിലയിടത്ത് പുസ്തകങ്ങൾ എവിടെയൊക്കെ ആയിട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നോളജ് ഇല്ല. ഒരു സ്പിരിച്വൽ ഹീലിംഗ് പോലെ അങ്ങനത്തെ ഒരു ഔട്ട്ലൈൻ മാത്രമേ അറിയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്റെ ഫ്രണ്ട് ഒരാളാണ്, റഷ്ദി എന്നാണ് അവന്റെ പേര്, റഷ്ദി ആർ കൃഷ്ണൻ. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ അതിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വളരെ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അവൻ സജസ്റ്റ് ചെയ്തു, അവനാണ് സാറുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. ആ നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് ഞാൻ ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വായിച്ചിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഉള്ളത്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് അത് നടന്നിരിക്കും. നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. സാറേ എൻ്റെ പേര് റിജി കുമാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഓക്കെ റിജി കുമാർ, പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റി അറിയത്തില്ല, ഫസ്റ്റ് ടൈം ആണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാറേ. ഓക്കെ ഓക്കെ, എന്തായാലും ഫസ്റ്റ് ടൈം ആണെങ്കിൽ എല്ലാം ശ്രദ്ധാപൂർവം കേട്ടോളൂ, മനസ്സിലാക്കിക്കോളൂ, ചോദ്യങ്ങൾ ചോദിച്ചോളൂ പിന്നീട്. ഓക്കെ, അവസരമുണ്ട് ഈ സെഷനിൽ തന്നെ അവസാനമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ് ആരാണ്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, കേൾക്കാമോ? വളരെ വ്യക്തമായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. മൂവാറ്റുപുഴ എന്നാണ്, റിട്ടയർഡ് ടീച്ചറാണ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. വെരി ഗുഡ്, ഗുഡ് ഗുഡ്. പിന്നെ എനിക്ക് കുറെ നാളായി ഇപ്പൊ ഇതൊരു നല്ലൊരു അവസരമായിട്ട് തോന്നുന്നു. സാറിന്റെ ക്ലാസ് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കട്ടെ. ഉറപ്പായിട്ടും സാറിന്റെ മുഴുവൻ അനുഗ്രഹവും വേണം എപ്പോഴും. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പം നാളെത്തുള്ള ദീക്ഷയ്ക്ക് മുൻപായിട്ടും ദീക്ഷയുടെ സമയത്തും ദീക്ഷ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി സംസാരിക്കാനായിട്ട് പോണത്. ആദ്യമായിട്ട് എന്താണെന്ന് വേണ്ടെന്ന് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പം തന്നെ ചിന്തിച്ചോളൂ. വീട്ടിൽ എവിടെ വെച്ചിട്ട് ഇരുന്നിട്ട് ഈ ദീക്ഷ സ്വീകരിക്കണം, ഏത് സ്ഥലത്ത് ഇരുന്നിട്ട് വേണം ഞാൻ ഈ ദീക്ഷ സ്വീകരിക്കാൻ വേണം എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിച്ചോളൂ. കാരണം ഇതൊന്നും നാളേക്ക് വെക്കരുത്, ഇപ്പം തന്നെ ചിന്തിച്ചിട്ട് അതിന് പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. ഏത് സ്ഥലത്ത്, ഇപ്പം വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് ആ ദീക്ഷ സ്വീകരിക്കേണ്ട ആ ഒരു മൂഡ് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ എവിടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ചോളൂ, സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എവിടെയാണ് കംഫർട്ടബിളായിട്ട് ശാന്തമായിട്ട് നമുക്ക് ദീക്ഷ സ്വീകരിക്കാനുള്ളൊരു സ്ഥലം കണ്ടെത്തണം. അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീക്ഷ ലഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട്, ദീക്ഷ ലഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് ഒന്നുകിൽ ഇപ്പോൾ രാവിലത്തെ ടൈമാണ് നിങ്ങൾ പറയുകയാണ്, രാവിലത്തെ സമയം ഞാൻ പറയുകയാണെങ്കിൽ 7:15 എന്ന് പറയുന്ന ആ 15 മിനിറ്റാണ് രാവിലത്തെ സമയം, ദീക്ഷയ്ക്കുള്ള സമയം. പിന്നെ വരുന്നത് വൈകിട്ടുള്ള 8:15 എന്ന് പറയുന്ന സമയമാണ് വൈകിട്ട് ഉള്ള ദീക്ഷയ്ക്കുള്ള സമയം. ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇതിൽ മോർണിംഗ് ടൈമാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ്, അതർവൈസ് നിങ്ങൾക്ക് വൈകിട്ടുള്ള ടൈമാണോ കൺവീനിയൻറ്റ് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹാഫ് ആൻ അവർ ബിഫോർ, അരമണിക്കൂർ മുൻപ്, രാവിലെ ആണെങ്കിൽ അങ്ങനെ, വൈകിട്ടാണെങ്കിൽ അരമണിക്കൂർ മുമ്പ്. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ രാവിലെ ഉള്ളത് 6:30 മണി എന്നുള്ളൊരു പറയുന്ന സമയമായിരിക്കും രാവിലത്തെ ഹാഫ് ആൻ അവർ ബിഫോർ എന്ന് പറയുന്ന സമയം. വൈകിട്ടാണെങ്കിൽ 7:30 എന്ന് പറയുന്ന സമയമായിരിക്കും ഹാഫ് ആൻ അവർ ബിഫോർ എന്ന് പറയുന്ന സമയം. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഹാഫ് ആൻ അവർ ബിഫോർ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ 2 രീതിയിലുള്ള മെഡിറ്റേഷൻ ഞാൻ ഓൾറെഡി എൻ്റേതായിട്ടുള്ള ചെറിയ മെഡിറ്റേഷൻ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. 2 മെഡിറ്റേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ ഒരു 3, 4, 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള സമയമുണ്ട്, ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തിനാണ് ഇനി മെഡിറ്റേഷൻ ചെയ്യുന്നത്? രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമാവുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോക്കസ് എന്തിനു ചെയ്യണം, ഏതിന് ചെയ്യണം? ദീക്ഷ എന്ന് പറയുന്ന ആ ചടങ്ങിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായല്ലോ.
½ ബിഫോർ ദ ദീക്ഷ. മോർണിംഗ് ആണെങ്കിൽ 6:30 എന്ന് പറയുന്ന സമയം, വൈകിട്ടാണെങ്കിൽ 7:30 എന്ന് പറയുന്ന സമയം. അതൊരു കാര്യം. പിന്നെ സെക്കൻഡ് തിങ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് ആയെന്നറിയാനായിട്ടുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. രാവിലെ ആണെങ്കിൽ 7:15 ആയെന്ന് അറിയാനുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. വൈകിട്ടാണെങ്കിൽ 8:15 ആയെന്ന് അറിയാനുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ക്ലിയർ ആയോ? 7:15 എന്ന് പറയുന്ന സമയം ആയെന്ന് അറിയാനുള്ള അലാറം രാവിലെ ദീക്ഷ എടുക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കണം. വൈകിട്ട് ദീക്ഷ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 8:15 ആയെന്ന് അറിയാവുന്ന സമയം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം, അലാറം സെറ്റ് ചെയ്ത് വെക്കണം. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് മെഡിറ്റേഷൻ ചെയ്യണം ½ ബിഫോർ. സെക്കൻഡ് തിങ് ഞാൻ പറഞ്ഞു 15 മിനിറ്റ് ആയെന്നുള്ളത് അറിയാനായിട്ടുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മൊബൈലുകളെല്ലാം സ്വിച്ച്ഡ് ഓഫ്. അവരവരുടെ മൊബൈലുകൾ സ്വിച്ച്ഡ് ഓഫ് ചെയ്ത് വെച്ചേക്കണം. എല്ലാവരും അവരവരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ 15 മിനിറ്റിൻ്റെ ദീക്ഷ എന്ന് പറഞ്ഞ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ, രാവിലത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 7:15 കഴിഞ്ഞ് 7:45 എന്ന് പറയുന്ന ½ വൈകിട്ടാണെങ്കിൽ 8:15 8:45 എന്ന് പറയുന്ന ആ ഒരു ½ ഈ സമയം എന്താ വേണ്ടത്? വളരെ വ്യക്തമായിട്ട് കേട്ടോളൂ. ദീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നിട്ട് ½ കിടന്നിട്ട് അനുഭവം വല്ലതും നിങ്ങളുടെ ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും നടക്കുന്നതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. നിങ്ങളതൊന്ന് വീക്ഷിക്കണം, അറിയാനായിട്ട് ശ്രമിക്കണം. ½ ഇത്രയും കാര്യം വ്യക്തമായാലും ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുക, വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇപ്പം തന്നെ എവിടെ നിന്നാണോ വീട്ടിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് ഇരുന്നിട്ട് ദീക്ഷ സ്വീകരിക്കാനായുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. ഒന്നത് ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ടതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം അരമണിക്കൂർ മുൻപ്. രാവിലെ സ്വീകരിക്കുന്നവർക്ക് 6:30 മണി എന്ന സമയം, വൈകിട്ട് സ്വീകരിക്കുന്നവർക്ക് 7:30 എന്ന സമയം, അരമണിക്കൂർ മുൻപ്. ഓക്കെ, ഞാൻ തന്നെ അതിനുള്ള മെഡിറ്റേഷൻ തന്നിട്ടുണ്ട്, അത് കേൾക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെഡിറ്റേഷൻ അത് വേണമെങ്കിലും കേൾക്കാം, നിർബന്ധമില്ല എൻ്റെ തന്നെ കേൾക്കണം എന്നുള്ളത്. ഓക്കെ, പക്ഷേ എന്താ പറയുന്നത്, അത് നിങ്ങളെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയിട്ടേ അത് കേൾക്കാവൂ. ഓക്കെ. സെക്കൻഡ് തിങ് എന്താണ് ഞാൻ പറഞ്ഞത്? 15 മിനിറ്റ് ആയെന്നറിയാനുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. 15 മിനിറ്റ് ആയെന്ന്, രാവിലെ ആണെങ്കിൽ 7:15 എന്നായെന്നും വൈകിട്ടാണെങ്കിൽ 8:15 ആയെന്നുള്ള അലാറം സെറ്റ് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്? അവനവൻ്റെ മൊബൈലുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, മൂന്നാമത് പറഞ്ഞ കാര്യം. പിന്നെന്താ ഞാൻ പറഞ്ഞത്? ദീക്ഷ സ്വീകരിക്കണം. 15 മിനിറ്റ് ദീക്ഷ സ്വീകരിക്കേണ്ട സമയം 7 മുതൽ 7:15, 8 മുതൽ 8:15, ഇത് 2 സമയം ദീക്ഷ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അരമണിക്കൂർ കിടന്നിട്ട് അനുഭവിക്കാനായിട്ടുള്ള ഒരവസരം, ½ രാവിലെ ആണെങ്കിൽ 7:15 മുതൽ 7:45, വൈകിട്ടാണെങ്കിൽ 8:15 മുതൽ 8:45. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ദീക്ഷയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെ സ്വീകരിക്കണം, ദീക്ഷയ്ക്ക് എങ്ങനെ വേണം, ഏത് രീതിയിൽ ഇരിക്കണോ, ഏത് രീതിയിൽ ഇരിക്കാം എന്നുള്ള കാര്യം അതുകൂടി പറഞ്ഞു തരാം വ്യക്തമായിട്ട്. ഈ 15 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് നിലത്ത് വേണമെങ്കിൽ നിലത്തിരിക്കാം. നിലത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇരിക്കാൻ പാടില്ല. പായ് വിരിച്ചിട്ടോ അല്ലെങ്കിൽ യോഗ മാറ്റോ അങ്ങനെയുള്ള വലതൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇരിക്കണം. അത് പത്മാസനത്തിൽ ഇരിക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. അല്ലാത്തൊരു റിസ്ക് ഒന്നും എടുക്കേണ്ട, സാധാരണ സിമ്പിളായിട്ട് ചമണം പടിഞ്ഞിരിക്കാം. ഈ ഒരു രീതിയിൽ. പിന്നെ ചിലവർക്ക് നിലത്ത് അധികം നേരം ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സോഫ സെറ്റ് അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ളൊരു ചെയറിൽ ഇതേപോലെ തന്നെ ചമണം പടിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ 2 കാലുകളും നിലത്ത് മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ഇരിക്കാം. നിലത്ത് ഡയറക്റ്റ് വെക്കരുത്. ഒരു പായ് വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു യോഗ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ കാല് രണ്ടും നല്ല രീതിയിൽ പതിച്ച് വെച്ചിട്ട് ഇരിക്കാം. ഓക്കെ, ഈ രീതിയിലും ദീക്ഷ സ്വീകരിക്കാം. പിന്നെ 2 കൈകളും ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന രീതിയിൽ കാലിൻ്റെ മേലെ റെസ്റ്റ് ചെയ്ത് വെക്കാം. നിലത്തിരിക്കുകയാണെങ്കിൽ കാലിൻ്റെ 2 മടികളിന് മേലെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കാം, പ്രപഞ്ച ഊർജ്ജം സ്വീകരിക്കാനായിട്ട്. അതേപോലെ തന്നെ സോഫ സെറ്റിൻ്റെ മേലെയാണ്, ചെയറിൻ്റെ മുകളിലാണെങ്കിൽ ഈ രീതിയിൽ കൈ രണ്ടും തുറന്ന്
എനർജി സ്വീകരിക്കുന്ന രീതിയിൽ ഇരിക്കാം. ഈ രീതിയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പം പറഞ്ഞിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംശയം വല്ലതുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തരും ചോദിച്ചോളൂ. സാർ അവസാനം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, കൈകളുടെ ഇത് എനർജി സ്വീകരിക്കുന്ന ഒരു രീതിയെ പറ്റി പറഞ്ഞല്ലോ. അതെ, അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാവോ? അതായത് കൈകൾ മുകളിലേക്ക് ഉയർത്തി ആ ഒരു അതെന്താണെന്ന് വ്യക്തമാക്കാവോ? ആക്ച്വലി ദീക്ഷയുടെ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞ ആ 15 മിനിറ്റ്സ് എന്ന് പറയുന്ന 7, 7, 15, 8, 8, 15 നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് 2 കൈകളും ഇതുപോലെ തുറന്ന് വെച്ചിട്ട് റേക്കി പ്രപഞ്ച ഊർജം നമ്മൾ സ്വീകരിക്കുന്ന രീതിയിൽ വേണം. അത് നമ്മുടെ കാലിൻ്റെ മേൽ 2 കാലുകളുടെ മേലെ 2 കൈകൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചോളൂ, കാലിൻ്റെ മേലെ ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ 15 മിനിറ്റ് ഒന്നും ഇങ്ങനെ പൊക്കി പിടിക്കാനൊന്നും പറ്റില്ല, കുറച്ച് കഴിഞ്ഞ് തളർന്നു പോകും. അപ്പോൾ കാലിൻ്റെ മേലെ 2 കാലിനും മടിയിൽ വേണമെങ്കിൽ മടിയിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യുക. കൈകൾ 2 ഇങ്ങനെ തുറന്ന് വെക്കണം. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞെന്താണെന്ന്? ഓക്കെ ഓക്കെ. ഇരിക്കുന്ന സമയത്ത് നമ്മൾ കിഴക്കോ ദിക്കുകൾ വല്ലതും അങ്ങനെ നോക്കി ഇരിക്കണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നൊരു നിർബന്ധമില്ല. റേക്കിക്ക് അങ്ങനെയുള്ള നിർബന്ധമൊന്നും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് എന്താ പറയുക, മുറികൾ അങ്ങനെയുള്ള പ്രാർത്ഥന ചെയ്യാനുള്ള അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഇരുന്നിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ആ ഭാഗത്തൊക്കെ എനർജി കൂടുതലുണ്ടാവും. അങ്ങനെ ആ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് റേക്കി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. വേറെന്താണ് സാർ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഞാനിപ്പോ മോർണിംഗ് ആണ് ടൈം പ്രിഫർ ചെയ്യുന്നത് വിചാരിക്കുക. ഞാനിപ്പോ 7 to 7:15 ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ബിഫോർ ദാറ്റ് ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ഇസ് ഫൈൻ. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സിന് അലാം വെക്കണം എന്ന് പറഞ്ഞു. അത് എന്തായിരുന്നു? അത് മീൻസ് കേരളോട് 15 മിനിറ്റ്സ് ആയത് എനിക്ക് മനസ്സിലായില്ല ലോജിക്കലി. 15 മിനിറ്റ്സിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതേപോലെ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താൽ പറഞ്ഞാലും രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. അത് 15 മിനിറ്റ്സ് അറിയാനായിട്ട് പറഞ്ഞത് എന്താണെന്ന് അലാറം സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ചോദ്യമാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുള്ളൂ. ചോദ്യം വരുമ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മണിക്കൂറെങ്ങും വേണ്ടും ഈ ഒരു പ്രോഗ്രാമിന്. അപ്പോൾ 15 മിനിറ്റ്സ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിൽ നമുക്ക് റേക്കി സ്വീകരിക്കുന്ന സമയത്ത്, ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് പല രീതികളിൽ അനുഭവങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാം. ചോദ്യം വന്ന സ്ഥിതിക്ക് സാധാരണ നിലയിൽ എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്തും പുറത്തായിട്ട് ഒരു ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അകത്തും പുറത്തായിട്ട് തണുപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടിങ്ക്ലിംഗ് സെൻസേഷൻ, ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കാം. ചിലവർക്ക് മരവിപ്പായിരിക്കും. ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ അനുഭവങ്ങൾ. ഇതെല്ലാവർക്കും വരണമെന്നില്ല. എപ്പോഴേ പറഞ്ഞേക്കാം. ഇപ്പം സാറന്നേലെ പറഞ്ഞല്ലോ, ശരീരത്തിന് പുറത്തു പോയിട്ട് പല കാഴ്ചയും കാണാം. അത് ഡിപ്പെൻസ് ഓരോരുത്തരുടെയും മൂഡിനനുസരിച്ച്, ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് ഓരോരുത്തരും ഓരോ വ്യക്തികളും ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തികളാകുമ്പോൾ ആ വ്യക്തികളുള്ള ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും അനുഭവം. അത് കാരണം അനുഭവങ്ങൾ നിർബന്ധമാണെന്ന് ഞാൻ ആദ്യം വീണ്ടും പറയാ. അനുഭവം ഇല്ല എന്ന് വിചാരിച്ച് ദീക്ഷ ലഭിച്ചില്ല എന്ന് ആരും കരുതരുത്. സാറേ എനിക്ക് അനുഭവം ഇല്ല, അത് കാരണം ഞാൻ ദീക്ഷ ലഭിച്ചില്ല ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വരാറ്. എനിക്കൊന്നും അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. അനുഭവം നിർബന്ധമല്ല. എന്നിരുന്നാലും ഒരു 90% പേർക്കും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ദീക്ഷയിൽ. ഇനി അനുഭവം ഇല്ലെങ്കിലും 100% നിങ്ങൾക്ക് ദീക്ഷ എന്ന് പറഞ്ഞ ചടങ്ങ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ക്ലിയർ ആയോ? ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. അനുഭവങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ചിലപ്പോൾ ചൂടായിരിക്കാം, ശരീരത്തിന് അകത്തായിരിക്കാം, പുറത്തായിരിക്കാം. അതുപോലെ തന്നെ തണുപ്പായിരിക്കാം, അകത്ത് പുറത്തുമായിരിക്കാം. അതുപോലെ തന്നെ ടിങ്ക്ലിംഗ് സെൻഷൻ ഞാൻ പറഞ്ഞില്ല, ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കാര്യമായിരിക്കാം. അതിങ്ങനെ മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ശരീരം. അത് അകത്തും പുറത്തുമായിട്ട് തോന്നും. ചിലവർക്ക് അതുപോലെ തന്നെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ചില ഗ്രഹങ്ങളൊക്കെ കാണാൻ, കളറുകൾ കാണേണ്ടതായിട്ട്, ചക്രകൾ കാണാനായിട്ട് സാധിക്കും ചിലവർക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിട്ടു തന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ ഏതാണെന്നുള്ള നാളെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം എന്ത് രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. ഓക്കെ, അതിനാണ് 15 മിനിറ്റ്സ് എന്ന ചോദ്യം വന്നതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ 15 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് കഴിഞ്ഞതുപോലെ തോന്നും ഈ ദീക്ഷയുടെ സമയത്ത്.
അപ്പോൾ നമ്മൾ എവിടേക്കോ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മളെ തിരിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ എവിടെയാണ് ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ സംഭവം അലാറം അടിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഷ്യസ് ആവും. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ബോഡിയിലേക്ക് ആസ്ട്രൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. നെക്സ്റ്റ് ചോദ്യം ആർക്കാണ് ചോദിക്കാനുള്ളത്? സാർ, ഒരു സംശയം കേൾക്കാവോ? കേൾക്കാം, എനിക്ക് കേൾക്കാം, ചോദിച്ചോളൂ. നമ്മള് ഓപ്പൺ ആയിട്ടുള്ള, അതായത് വായുസഞ്ചാരം കൂടുതലുള്ള സ്ഥലങ്ങൾ വേണോ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അതോ നമുക്ക് മുറിയിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിർബന്ധമില്ല, അകത്തിരുന്ന് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വീട്ടിനകത്ത് റൂമിനകത്ത് സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ടെറസിൽ പോയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം റേക്കി. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ജോലിക്ക് പോകുന്നതും കൊണ്ട് പിന്നെ രാവിലെ നമുക്ക് ടൈം കുറച്ച് നേരത്തെയാക്കാൻ പറ്റും. വൈകുന്നേരം ആണെങ്കിലും കുട്ടിയുണ്ട്, അപ്പൊ പിന്നെ ഈ അയ്യോ, ഇത് പറ്റില്ല, കിടത്തം അത് പറ്റില്ല. നേരത്തെ ആക്കുന്ന പരിപാടി ഒന്നും പറ്റില്ല. കാരണം അത് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത പരിപാടിയാണ്. കുറേ മാസങ്ങളായിട്ട് ഇത് ഒരിക്കലും മാറ്റം വരുത്തി. ഇതിനാണ് 2 സമയം നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടെത്തുക. കാരണം ഇത് വേറെ പ്രത്യേകിച്ച് നിസ്സാരമായിട്ടുള്ള ഒരു കാശുമായിട്ട് വാങ്ങിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ഇതിൻ്റെ പിറകിൽ ഒരുപാട് ചിലവുകളുണ്ട് ദീക്ഷ ചെയ്യുന്ന സമയത്തും. അപ്പോൾ അതിനു വേണ്ടി വീണ്ടും ഒരു സമയമൊന്നും എനിക്ക് തരാനായിട്ട് സാധിക്കില്ല. വിഷമൊന്നും തോന്നരുത്. സത്യാവസ്ഥ എനിക്ക് തുറന്ന് പറഞ്ഞല്ലേ മതിയാവും. നിങ്ങൾ എന്നെ എന്തെങ്കിലും കണ്ടെത്തുക, എന്നിട്ട് ആ രീതിയിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ് ചോദിച്ചോളൂ, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ചോദിച്ചോളൂ. നമുക്കിത് ദീക്ഷയ്ക്ക് നമുക്ക് ഫോട്ടോ വല്ലതും ആവശ്യം ഉണ്ടാവും? അതെങ്ങനെയാണ് നമ്മൾ അറിയുക ഗുരുനാഥൻ? ദീക്ഷയ്ക്ക് നിങ്ങളെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇത് തന്നെ, ഈ അറിവ് തന്നെ എനിക്ക് മതി. നിങ്ങളെ നേരിട്ട് കാണണം, അതുകൊണ്ടാണ് ഞാൻ ഷാഠ്യം പിടിച്ചു. ഞാൻ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. കണ്ണോട് കണ്ട് മുഖതാവിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത് മതി. ഫോട്ടോ ഒന്നും വേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. ഞാൻ നേരിട്ട് വരുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറയുന്നത്? സാറ് നേരിട്ട് വരില്ലേ? ഞാൻ വരുന്നില്ല. ഞാൻ നേരിട്ട് വരികയില്ല, വിളിക്കുകയില്ല. യാതൊരു രീതിയിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വഴി ഞാൻ ഒന്നും നിങ്ങളെ സമീപിക്കില്ല. എനിക്കിപ്പം നിങ്ങളെ എല്ലാവരെയും കാണണം. അതുകൊണ്ടാണ് പറഞ്ഞത്. കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദീക്ഷ നൽകില്ല ആ വ്യക്തിക്ക്. ഞാൻ സാറേ സൂമിൽ വന്നിരുന്നു, നോ എക്സ്ക്യൂസ്. എല്ലാവരും നേരിട്ട് വന്നേ മതിയാ. എനിക്ക് ഒരു പ്രാവശ്യം നിങ്ങളെ കാണണം. ക്ലിയർ ആയോ? സാറേ, ഒരു സംശയം. ചോദിച്ചോളൂ. പിന്നെ സാറ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ വോയിസ് ഓഡിബിൾ അല്ല. ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? കേൾക്കാം സാറേ. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എന്താ ചോദിച്ചത്? പിന്നെ ഈ മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, 7 മണി മുതൽ 7:15 വരെയുള്ള സമയത്ത്. അപ്പൊ നമുക്ക് എങ്ങനെയാ അത് ദീക്ഷ കിട്ടുക? അത് എങ്ങനെയാന്നുള്ള എനിക്ക് മനസ്സിലായില്ല. നമ്മള് മെഡിറ്റേഷൻ രൂപത്തിൽ ഇരുന്നാൽ മാത്രം മതിയോ? അതിനെ പറ്റിയൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ള പറയുന്നതിന്റെ കാരണം തന്നെ, ഞാൻ നേരിട്ട് വരില്ല. നിങ്ങളെ ആരെയും ഞാൻ നേരിട്ട് കാണാനായിട്ട് വരുന്നില്ല. ഞാനത് ഓൾറെഡി പറഞ്ഞു, വീണ്ടും ഞാൻ പറയാം. ആരെയും നേരിട്ടിട്ട് ഞാൻ നാളെ ദീക്ഷയുടെ സമയത്ത് വരില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഇപ്പം കാണുന്നത് തന്നെയാണ് നേരിട്ടിട്ടുള്ള കാണൽ. ഇത് മതി എനിക്ക് അത്രയും മതി. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സമയത്ത് നേരിട്ട് കാണുന്നത് മാത്രം മതി. എൻ്റെ എത്രയോ വിദ്യാർത്ഥികൾ ഇതുപോലെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരണം, ഒരു പ്രാവശ്യം നിങ്ങളെ കാണണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിൽ നേരിട്ട് വരുന്നില്ല. വിദൂര ദീക്ഷയിൽ നേരിട്ടിട്ട് ആരും പിന്നെ ഒരു സാറന്മാരും ദീക്ഷ കൊടുക്കുന്നില്ല വിദൂരമായി. മെഡിറ്റേഷൻ രൂപത്തിൽ ഇരുന്നാൽ മാത്രം മതി. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറെ ഒന്നും മെഡിറ്റേഷൻ ഒന്നും പിന്നെ ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ടത് മെഡിറ്റേഷൻ. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളെല്ലാം ഈ പറഞ്ഞതുപോലെ നിലത്ത് വേണമെങ്കിൽ നിലത്തിരിക്കാനെന്ന് പറഞ്ഞു, സോഫയാണെങ്കിൽ സോഫ സെറ്റിൻ്റെ മേലെ ഇരിക്കാൻ പറഞ്ഞു, ചെയർ വേണമെങ്കിൽ ചെയർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ചെയ്യുന്നത് 2 കൈകൾ ഇങ്ങനെ തുറന്ന് മടിയിൽ വെച്ചിട്ട് നമ്മുടെ കാലുകൾ വെച്ചിട്ട് 15 മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും ഏതെങ്കിലും രീതിയിലുള്ള അനുഭവം ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി.